തിരുവമ്പാടിയുടെ തെക്കോട്ടിറക്കം അത് നടക്കുകയാണ്. അത് ഏതാണ്ട് അവസാനിക്കാറായി. പ്രധാനപ്പെട്ട തിരുവമ്പാടിയുടെ തിടമ്പെടുക്കുന്ന ചന്ദ്രശേഖരനെ നമുക്ക് മധ്യത്തിൽ കാണാം. പാറമേക്കാവ് സജ്ജമായി നിന്നിട്ടുണ്ട്. തിരുവമ്പാടിയുടെ ഇപ്പോൾ തയ്യാറാകും. ഇനിയിപ്പോൾ കുടമാറ്റത്തിൻ്റെ സമയമാണ്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഇന്ന് ഈ എഴുന്നള്ളത്തിലുണ്ടോ എന്നല്ല. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ രാവിലെ ഉണ്ടായിരുന്നുള്ളൂ. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി രാമൻ വന്നിരുന്നു. നേരത്തെ ഈ പൂരത്തിന് രാമൻ വരുമോ എന്ന സംശയമുണ്ടായിരുന്നു. വേണ്ട എന്നൊക്കെയുള്ള തീരുമാനം ഉണ്ടായിരുന്നു. കാരണം ഈ ജനക്കൂട്ടത്തിനിടയിലൂടെയുള്ള യാത്ര അത് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ ആളുകൾ രാമൻ്റെ അടുത്തേക്ക് വരുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി. പക്ഷേ എന്തായാലും തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്, തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ആന എന്ന് പറഞ്ഞാൽ ആ ആനയ്ക്ക് തന്നെ ഒരു അതിൻ്റെ തന്നെ ശ്രേഷ്ഠത വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്തവണയും രാമൻ വന്നു. ചെമ്പൂക്കാവിൻ്റെ എഴുന്നള്ളത്തിന് രാമൻ ഉണ്ടായിരുന്നു. രാമനായിരുന്നു അവിടുത്തെ ശ്രദ്ധാകേന്ദ്രം. അങ്ങനെ രാമൻ ഇപ്പോഴില്ല, ഈ എഴുന്നള്ളത്തിലില്ല, ഈ സമയത്തില്ല. രാമൻ തെച്ചിക്കോട്ടുകാവ്, പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിൻ്റെ ആനയാണ്. ആ ക്ഷേത്രത്തിലേക്ക് രാമൻ തിരികെ പോയി. ഈ ദൃശ്യങ്ങൾ പാറമേക്കാവ് രാജാവിൻ്റെ അല്ലെങ്കിൽ പഴയന്നൂർ ഭഗവതിയുടെ പറയെടുക്കാൻ എന്ന് നമ്മൾ സങ്കല്പത്തിൽ അവിടെ പോയിട്ട് തിരികെ അവിടേക്ക് വരികയാണ്. വടക്കനാഥൻ്റെ തെക്കേ ഗോപുരനടയിലേക്ക് വരികയാണ്. ഇനിയിപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും തിരുവമ്പാടിയുടെ തെക്കോട്ടിറക്കവും പൂർത്തിയാകും. ആനകൾക്ക് ക്രമീകരിച്ച സ്ഥലത്ത് തിരുവമ്പാടിയുടെ ആനകൾ നിൽക്കുകയാണ്. അവർ ക്ഷേത്ര ഗോപുരത്തോട് ചേർന്ന് തന്നെ, തെക്കേ ഗോപുരനടയോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അതിനഭിമുഖമായാണ് പാറമേക്കാവ് നിൽക്കുന്നത്. തിരുവമ്പാടിയും പാറമേക്കാവും അങ്ങനെ അവരുടെ കൈവശമുള്ള കുടകൾ ഉയർത്താൻ തയ്യാറായി നിൽക്കുകയാണ്. ഇത്തവണത്തെ കുടമാറ്റത്തിന് ഈ സാങ്കേതിക തികവാർന്ന കുടകൾ കൂടുതലുണ്ട് എന്നാണ് കേട്ടത്. അതിൽ 1-2 സൂചനകളൊക്കെ പറഞ്ഞിരുന്നു പാറമേക്കാവും തിരുവമ്പാടിയും. പക്ഷേ അത് വരുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നതുകൊണ്ട് ആ രഹസ്യം ഞാനിപ്പോൾ പൊട്ടിക്കുന്നില്ല. അത് വരുന്ന സമയത്ത് അത് വിശദീകരിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് ഈ ദേവസ്വവുമായി അടുപ്പമുള്ളവർ പറഞ്ഞു തന്നിട്ടുണ്ട് നേരത്തെ. അതുകൊണ്ട് വരട്ടെ, അപ്പോൾ നമുക്ക് അതിൻ്റെ രഹസ്യം പറയാം. എന്തായാലും അവരുടെ കൈവശം ഇത്തവണയുള്ളത് കുറച്ചുകൂടി സാങ്കേതിക തികവാർന്ന കുടകളാണ്. അപ്പോൾ അത് ഉയർത്താൻ അതുകൊണ്ട് പ്രത്യേക സമയമൊന്നും വേണ്ട. അപ്പോൾ ചിലപ്പോൾ തുടക്കത്തിലെ കുറച്ച് സെറ്റ് സാധാരണ ഈ നിലക്കുടകളും നിറക്കുടകളും കഴിഞ്ഞാൽ കമനീയമായ അത്തരം കുടകളിലേക്ക് പോകും. 7 മണിക്ക് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അറിയില്ല, ഇത് ആനകൾക്കുള്ള പനമ്പട്ടയൊക്കെ അവിടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതീവ ശ്രദ്ധയോടുകൂടി, അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ഈ വലിയ ആൾക്കൂട്ടത്തിനിടയിൽ ആനകളെ പരിപാലിക്കേണ്ടതുണ്ട്. അവയ്ക്ക് ഭക്ഷണം, വെള്ളമൊക്കെ സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുക്കണം. നിൽക്കുന്നതിന് നനഞ്ഞ് ചാക്കിട്ട ഒരു സ്ഥലം വേണം. അതിന് ചൂടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ രാവിലെ നല്ല മഴ തൃശ്ശൂരിൽ പെയ്തിരുന്നു. അപ്പോൾ നനഞ്ഞ് കിടക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ അതുകൊണ്ട് ചൂട് അന്തരീക്ഷത്തിലും തറയിലുമൊക്കെ കുറവായിരിക്കും. എങ്കിലും ആനകൾക്ക് അങ്ങനെ നിൽക്കാൻ അവർക്ക് പറ്റുന്ന തരത്തിൽ നനവൊക്കെ ഇടയ്ക്ക് നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ആനകളുടെ ആരോഗ്യം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അധിക സമയം ഇങ്ങനെ നിർത്താനും കഴിയില്ല. അതുകൊണ്ട് 7 മണിക്കൊക്കെ അവസാനിപ്പിക്കും. ഏതാണ്ട് തിരുവമ്പാടിയും മുഴുവനും അവിടെ ആനകൾ നിരന്നിട്ടുണ്ട്. പാറമേക്കാവും സജ്ജരായിട്ടുണ്ട്. അവിടേക്ക് പോയ രാജാവിൻ്റെ പ്രതിമയുടെ ഭാഗത്തേക്ക് പോയ പാറമേക്കാവിൻ്റെ ആനകളൊക്കെ തിരികെ വന്നിട്ട് ഇപ്പോഴവിടെ നിലനിൽക്കുകയാണ്. അവരവിടെ നിൽക്കുകയാണ്. ആൾക്കൂട്ടത്തിനിടയിൽ ആനകൾക്കിടയിൽ ആൾക്കൂട്ടം എന്നൊക്കെ എങ്ങനെ വേണമെങ്കിലും പറയാം. ആ നിലയിൽ കുടമാറ്റത്തിന് തയ്യാറായി നിൽക്കുന്ന തൃശ്ശൂർ പൂരത്തിൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും വർണ്ണ വിസ്മയം തീർക്കുന്ന ഒരു കാഴ്ചയ്ക്ക് വടക്കുനാഥൻ്റെ തെക്കേ ഗോപുരനട സാക്ഷിയാവുകയാണ്. ആനകൾക്ക് പുറകിൽ കാണാം വർണ്ണക്കുടകൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. അതിനി ഒരാളുടെ കൈവശം ഇങ്ങനെ പാസ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺവെയർ ബെൽറ്റിൽ എന്ന വണ്ണം ആനകളുടെ പുറത്തേക്ക് പോകുന്നു. അപ്പുറത്തെ വഴിയിലൂടെ വീണ്ടും അതിൻ്റെ സംഭരണശാലയിലേക്കോ എവിടേക്കാണോ പോകേണ്ടത് അവിടേക്ക് പോകുന്നു. അങ്ങനെ ഇങ്ങനെ ഈ നിലയിൽ ആനകൾക്ക് പുറത്തേക്ക് കുടകൾ കൊണ്ടുവരുന്നത് തന്നെ ഒരു അത്ഭുതകരമായ കാഴ്ചയാണ്. അപ്പോൾ ആ കാഴ്ചയ്ക്ക് അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഇനിയുള്ള ഏത് നിമിഷവും അത് സംഭവിക്കാം. കുടമാറ്റത്തിന് തയ്യാറായി നിൽക്കുന്ന വടക്കുംനാഥൻ്റെ തെക്കേ ഗോപുരനട, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ, തിരുവമ്പാടിയുടെ ചന്ദ്രശേഖരൻ എന്ന പ്രിയപ്പെട്ട ചന്ദ്രു, ഗുരുവായൂർ നന്ദൻ എന്ന പാറമേക്കാവിൻ്റെ ആന, 2 ഗജശ്രേഷ്ഠന്മാരുടെ ഒപ്പം ഇടത്തും വലത്തുമൊക്കെയായി കേരളത്തിൽ എണ്ണം പറഞ്ഞ ആനകൾ നിരന്നു നിൽക്കുന്ന ഒരു അത്യപൂർവ കാഴ്ചയ്ക്ക് വടക്കുംനാഥൻ്റെ തെക്കേ ഗോപുരനട സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതിനിടയിൽ
നമുക്ക് മേളം വളരെ ചെറുതായിട്ട് കേൾക്കാം. ആളുകളുടെ ആരവത്തിൽ മേളവും അവിടെ മുങ്ങിപ്പോയിരിക്കുകയാണ്. ചെമ്പട കൊട്ടുന്നുണ്ട്, പക്ഷേ ജനക്കൂട്ടത്തിൻ്റെ ആരവത്തിൽ ആ ചെമ്പടയുടെ താളത്തിന് താളം കുറച്ച് ജനാരവത്തിൽ മുങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നു. വിജയകുമാർ, ഇതാ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 6 മണി അടുക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ പറഞ്ഞിരുന്നത് 5:30 ആരംഭിക്കുന്നതാണ്. പക്ഷേ ഈ ജനക്കൂട്ടത്തിന് നടുവിലൂടെ ആനകൾ മന്ദം നീങ്ങി ഇപ്പോൾ പാറമേക്കാവിൻ്റെ ആന ഗുരുവായൂർ നന്ദൻ്റെ നേതൃത്വത്തിൽ പോയി രാജാവിനെ വലം വെച്ച് ഇതാ കുടമാറ്റത്തിനായി ഏതാണ്ട് തയ്യാറായിരിക്കുന്നു. അപ്പുറത്ത് തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ 15 ആനകൾ അപ്പുറത്തും തയ്യാറായി നിൽക്കുന്നു. ഇനി ഏത് നിമിഷവും കുടമാറ്റം ആരംഭിക്കാം. ജനലക്ഷങ്ങൾ ഇതിൻ്റെ നടുവിലും പുറത്തും കെട്ടിടങ്ങളുടെ മുകളിലും വൃക്ഷങ്ങളുടെ മുകളിലൊക്കെ ഉണ്ട്. ഇതൊരു ആവേശമാണ്.